ക്രിസ്മസ് വെക്കേഷനൊക്കെ ആവാനായി. എന്താ നിങ്ങളുടെ പ്ലാന്? എന്ത് പ്ലാനില്ലേ? നമുക്ക് കുറച്ച് ദിവസം കിടന്നുറങ്ങണം. കാരണം ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പഠിക്കുകയായിരുന്നു. കഷ്ടപ്പെട്ട് ഇത്രയും ദിവസം കുറേ ഉറക്കമൊഴിച്ച് ക്ലാസ്സിൽ നേരത്തെ പോകണം, കുറേ ഓവർലോഡ് ഹോംവർക്ക് ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കുമ്പോഴത്തേനും കിടക്കാൻ എന്തായാലും ലൈറ്റ് ആവും. അപ്പം എന്തിനാ ആ ഉറക്കൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് എനിക്ക് കിടന്നുറങ്ങി തീർക്കണം. അതോ നമ്മുടെ പിന്നെ എന്താ ഉണ്ടാവുക? നോ സ്റ്റഡി, ഓൺലി എൻജോയ്. എനിക്ക് പഠനം വേണ്ട, കുറച്ച് ടൂറൊക്കെ പോകണം, അങ്ങനെ കുറച്ച് കൺസെപ്റ്റൊക്കെ ആവും നമ്മുടെ മൈൻഡിലുണ്ടാവുക. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വെക്കേഷനിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക, നാളത്തെ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകളുണ്ട്, USS, NMMS, LSS. ഈ USS, NMMS, USS, LSS ഒക്കെ ഇല്ല, അല്ലാത്ത സ്കോളർഷിപ്പ് ഇല്ലാത്ത കുട്ടികളാണെങ്കിലും 1 മണിക്കൂർ എന്ത് ചെയ്യുക? പഠനത്തിന് വേണ്ടി മാറ്റി വെക്കടാ. ഒന്നും വേണ്ട, നമുക്ക് യൂട്യൂബിൽ ഒരുപാട് സൈലം, എജുപോർട്ട്, എക്സാമിങ്, ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസിലായിട്ട് നിരവധി ക്ലാസ്സസ്, ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ടീച്ചേഴ്സ് എടുക്കുന്നതിന് മുമ്പ് അവരതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസൊക്കെ കാണാം. നിങ്ങളത് എക്സാമിൻ്റെ തലേന്നിരുന്ന് കാണുന്നില്ല ആ വീഡിയോസ്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ആ വെക്കേഷൻ്റെ ടൈമിൽ 1 മണിക്കൂറെങ്കിലും ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക? ഇരുന്ന് കാണാം. അപ്പോൾ എന്താ, നിങ്ങൾക്ക് ടീച്ചേഴ്സ് അത് പിറ്റേ ദിവസം വെക്കേഷൻസൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആവും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. വെക്കേഷൻസൊക്കെ എൻജോയ് ചെയ്യുക, നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? വെക്കേഷൻ നിങ്ങൾ വെറുതെ പായാക്കാതെ, സമയം പായാക്കാതെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്താ ചെയ്യുക? മാറ്റി വെക്കുക. 1 മണിക്കൂറേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. 1 മണിക്കൂർ എന്ത് ചെയ്യുക? 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. താങ്ക് യു.